ലോ ക്ലാസ്സും ഹൈ ക്ലാസ്സും എന്നുള്ള ഒരു മിഡിൽ ക്ലാസ്, നമ്മുടെ നാട്ടിലെ ഒരു മിഡിൽ ക്ലാസ് ആളുകൾ വളരെ കുറവാണെന്ന് പറയുന്നത്. മിഡിൽ ക്ലാസ് ഇല്ല എന്ന് വേണേൽ പറയാം. പൈസ ഉള്ളവൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ട്, അല്ലാത്തവൻ്റെ കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉള്ളത്. അപ്പോൾ ഈ ഗ്രാമങ്ങളിലെ ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമില്ല, അവർക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്കൂൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് മേഞ്ഞൊരു ഷെഡ് എന്നുള്ള മാറ്റിയിട്ട് കട്ട ഇവരുണ്ടാക്കും. അപ്പോൾ ഇവരെ കൂട്ടിയിട്ട് ഒരു വാളണ്ടിയർ വർക്കിൽ ഒരു ചെറിയ കട്ട കൊണ്ട് 4 ക്ലാസ് റൂം ഉണ്ടാക്കുക, മേളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇടുക. അപ്പോൾ എനിക്കാകെ പൈസേൻ്റെ ചിലവ് വരാൻ ഞാൻ ചിന്തിക്കുന്നത് പ്ലാസ്റ്റിക് മേടിക്കാൻ, നമ്മുടെ കറുത്ത പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അത് വാങ്ങി അതിന് മേളിലിട്ട് കഴിഞ്ഞാൽ 4 ക്ലാസ് റൂം ആവും. അതിന് വേണ്ട പണിക്കാരെ ഇപ്പോൾ ഇവരെ കൊണ്ട് പറ്റില്ലെങ്കിൽ പണിക്കാരെ ഹയർ ചെയ്യാം. എന്നിട്ട് ചെളി കൊണ്ട് തന്നെ, നമ്മൾ പണ്ട് കട്ട ചെളി കൊണ്ട് ഉണ്ടാക്കി, അങ്ങനെയാണ് മലവിലെ വീടുകളെല്ലാം ഉണ്ടാക്കുന്നവർ. ആ സെയിം സിസ്റ്റത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഒരു ഉത്സാഹവും ആത്മാർത്ഥതയും കണ്ടപ്പം അതിനെ ചെറിയ രീതിയിൽ സിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അത് സ്ലോലി ഓരോ കാര്യം ചെയ്യുമ്പോൾ ഇനി ഒന്നുകൂടെ ചെയ്യാൻ പറ്റും, ഒന്നുകൂടെ ചെയ്യാൻ പറ്റും. പ്ലാനിങ് കാര്യങ്ങളിലൊക്കെ ഒരു സുഹൃത്ത് സഹായിച്ചില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ബിൽഡിങ്ങാണ്. അപ്പോൾ ഞാൻ വെറുതെ ആരെയും പ്ലാനിങ് ഒന്നും വേണ്ടാന്ന്. പക്ഷേ ഇവരോട് സംസാരിച്ചു. ഞങ്ങൾ 20,000 ബ്രിക്സ്, ഒരു കാൽക്കുലേഷൻ ജസ്റ്റ് 20,000 ബ്രിക്സ് വേണം നമുക്ക്. ഒരാഴ്ച കൊണ്ട് 20,000 ബ്രിക്സ് ഉണ്ടാക്കിയിട്ട് എന്നെ വിളിച്ചു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 20,000 ബ്രിക്സ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവർ അടുക്കി വെച്ചേക്കുക, ഇത് ഫയർ ചെയ്യണം, ഇത്ര ഉള്ളു പരിപാടി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് വന്നു, ഇവരിത് ചെയ്യും, ഇവർക്കത് ആവശ്യമുണ്ട്. അപ്പം ഞാൻ, എൻ്റെ സുഹൃത്തുണ്ട് ആഷിഫ് എന്നാണ് പറയാം, എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്, +2 ഒക്കെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. അപ്പം അവനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരു സ്കൂൾ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ തന്നെ സ്കൂളൊന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ സെറ്റപ്പാണ്, ചിലപ്പോൾ ഞാൻ സ്റ്റക്ക് ആയാൽ നിൻ്റെ ഒരു സഹായം എനിക്ക് വേണ്ടി വരും, അപ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോൾ ആഷിഫ് പറഞ്ഞു, വേണ്ടി വരുമെന്ന് വേണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ട്, നീ ധൈര്യമായിട്ട് തുടങ്ങിക്കോ, എന്ന് വേണം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അവൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതപ്പോൾ കുറച്ചുകൂടെ പ്ലാനായി, കുറച്ച് വൃത്തിയിൽ ചെയ്യണം എന്നതായി. അപ്പോൾ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന കെന്നത്ത് ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ അവൻ കൊല്ലത്തുള്ളതാണ്. അപ്പോൾ അവനോട് ഞാൻ ഇങ്ങനെ എനിക്കൊരു പ്ലാൻ വേണം, ഇതൊന്ന് വരച്ച് തരണം. ഞാൻ ജസ്റ്റ് ഒരു ഡ്രോയിങ് വെറുതെ വരച്ചുള്ളൂ. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡല്ല, അപ്പം ഇവൻ എഞ്ചിനീയറാണ്. അപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പോൾ ഓക്കെ, പ്ലാനിൽ ചെറിയ മാറ്റമൊക്കെ വരും, അളവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്ന്, ബ്രിക്സിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ ഇതെന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതേപോലെ നമ്മൾ വരുന്ന വഴിക്ക് സ്കൂൾ കാണാറില്ലേ, ആ പിള്ളേർക്ക് ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ടാന്ന് പറഞ്ഞു. അപ്പം എടാ ഞാനും ഉണ്ട്. അപ്പോൾ ഞാൻ പറയില്ലടാ, ഇത് വലിയ സെറ്റപ്പൊന്നുമല്ല, അങ്ങനെ ഫണ്ട് വാങ്ങിയിട്ടുള്ള പരിപാടിയൊന്നുമല്ല, നമ്മൾ സാലറി കുറച്ച് മാറ്റി വെച്ച് പതുക്കെ ചെയ്യാൻ വിചാരിക്കുന്നത്. എന്തായാലും അവൻ പറഞ്ഞു, ഞാൻ എന്തായാലും നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവൻ എൻ്റെ വിടത്തില്ല. അപ്പോൾ എന്തായാലും ഈ സാലറി ഒക്കെ മാറ്റി വെക്കാൻ മാത്രമുള്ള വലിയ മനസ്സൊക്കെ ഉണ്ടോ സുമി? എങ്ങനെയാള് വലിപ്പമുള്ള മനസ്സാണോ? അത്യാവശ്യം. അപ്പൊ കുറച്ച് കുറവുണ്ടെന്നാണ് സുമിക്ക് എതിരഭിപ്രായം ഉണ്ട്? ഇല്ല. അപ്പോൾ അവൻ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ 3 പേരായി. പതുക്കെ ചില സമയങ്ങളിൽ നമ്മൾ, അപ്പോൾ എന്താ മലാവിലെ പ്രത്യേകത, പെട്ടെന്ന് ഡീവാലുവേഷൻ ഒക്കെ വരും. വിചാരിക്കുന്ന ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൊരു കാര്യം. ഇപ്പം ഞങ്ങളെ സിമെൻറ്റ് ആദ്യം വാങ്ങുന്ന 6,000-7,000 കോച്ചിക്ക് ഒരു സിമെൻറ്റ് കിട്ടുമായിരുന്നു. പെട്ടെന്ന് കൊറോണ വരെയും അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വന്ന് ഡീവാലുവേഷൻ വന്നു പെട്ടെന്ന് മലാവിൽ, ഇരട്ടി പ്രൈസായി സിമെൻറ്റിന്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചെറിയ ബഡ്ജറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം അവരെയും കൂടെ കൂട്ടി കുറച്ച് പൈസയൊക്കെ അവരോട് മേടിച്ച്, അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പതുക്കെ തുടങ്ങിയ പരിപാടി. ഞങ്ങൾ സംസാരിക്കാൻ വേണ്ട, നമുക്ക് ഒന്നും കൂടെ വൃത്തിയാക്കിക്കൂടെ അത്. അപ്പോൾ ഞങ്ങൾ പ്ലാസ്റ്ററിങ് വേണ്ടാന്ന് ആദ്യം തീരുമാനിച്ചു, ഒരു പോയിൻ്റ് ഔട്ട് ചെയ്യാം നമുക്ക്. പിന്നെ അപ്പോൾ ഞങ്ങൾ ആഷിഫൊക്കെ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, പ്ലാസ്റ്റർ ചെയ്യാം, എത്ര ബാഗ് സിമെൻറ്റ് വേണം നോക്ക്. അപ്പോൾ ഓക്കെ, ഞങ്ങളങ്ങനെ ഒരു ബാഗ്, ഒരു സാലറി കിട്ടുന്ന സമയത്ത് 1 ബാഗ് 2 ബാഗ്, അപ്പോൾ നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു 17,000 കോച്ചയ്ക്ക് സിമെൻറ്റ്, 15,000 കോച്ചയ്ക്ക് സിമെൻറ്റ് ഞങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും, ഓക്കെ ഇപ്രാവശ്യം പുറത്തൊന്നും പോകണ്ട, ഔട്ടിംഗ് ഒന്നുമില്ല, അല്ല ടൂർ പോകണ പരിപാടികളൊന്നുമില്ല, ഈ പൈസ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതുകൊണ്ട് സിമെൻറ്റ് മേടിക്കുക. ആ ഒരു ക്ലാസ് റൂം മാത്രമേ പ്ലാസ്റ്റർ ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ള പൈസയ്ക്ക് ചിലപ്പോൾ ഒരു ചുമരേ പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് അവിടെ കിടക്കും. അപ്പോൾ അത് അങ്ങനെ 1.5 വർഷം എടുത്തു തീരാൻ വേണ്ടി. ചിലപ്പം ഒരു 1-2 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, കാരണം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന, ഞാൻ പറഞ്ഞു, ഞങ്ങൾ പ്ലാസ്റ്ററിങ് വർക്ക് നടക്കുന്ന സമയത്താണ് ബാക്കി 2 ആൾക്കാർ വന്നത്, ഞങ്ങളെക്കാൾ മുമ്പ് അവർ തീർന്നു. അവരൊരു ഫണ്ടുണ്ട്, അവർക്ക് പൈസ തരാം, ഒന്നിച്ച് 50 ബാഗ് സിമെൻറ്റ് അവർ കൊണ്ടുവന്ന് ഇറക്കി, മരങ്ങളും ഷീറ്റൊക്കെ അവർ ഒറ്റയടിക്ക് ഇറക്കി വെച്ചു, അതങ്ങ് പണി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഓക്കെ നമ്മുടെ പണി എടുന്നോട്ടെ, പൈസ തന്ന ആൾക്കാർ ഉണ്ടല്ലോ, അത് പണിയാന്ന് പറഞ്ഞ് ആളുകളെല്ലാം കൂടെ അതിൻ്റെ പണിയിലേക്ക് പോയി, അത് തീർത്തു. അത് ഞങ്ങളുടെ കമ്പനി വന്നു, വലിയൊരു ബിൽഡിങ്, മലാവി ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് സൈസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നോട് സ്കൂൾ തുടങ്ങുന്ന സമയത്ത് അവിടുത്തെ ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ ഒരാൾ പോയപ്പോൾ പറഞ്ഞു, നിങ്ങളിതിൻ്റെ ഒഫീഷ്യൽ സൈസൊക്കെ നോക്കിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, ഞാൻ സ്കൂൾ ഉണ്ടാക്കുമല്ല, ഒരു ചെറിയ ഷെൽട്ടർ, നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഗവൺമെൻറ് പുതിയ ബിൽഡിംഗ് പണിയാൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇത് പൊളിച്ചു കളഞ്ഞോ നിങ്ങൾ, ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷേ അതുവരെ കുട്ടികൾ നനയാതിരിക്കുക എന്നുള്ള മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ. സ്റ്റാൻഡേർഡ് സൈസ് ഒന്നുമില്ല. ഇവിടുത്തെ കുട്ടികൾ ഇത്ര 100 ചില്ലാൻ കുട്ടികളുണ്ട്, 1 മുതൽ 4 വരെ. അവർക്ക് ഒരു 50 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ളൊരു ക്ലാസ് റൂം, അതിനകത്ത് 200 പഠിക്കുക. അത് കഴിഞ്ഞ് ബിൽഡിങ് പോയിക്കോട്ടെ, അതൊരു മെമ്മറി ആയിട്ട് ഇരിക്കണമെന്നോ അല്ലെ, അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ജസ്റ്റ് ഞങ്ങളൊരു സാധനമായിട്ട് ഇരുന്നോട്ടെ എന്ന് ഇതുണ്ടാക്കിയത്. അപ്പോൾ ഇല്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളൂ, ജസ്റ്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു എൻജോയ് ഒന്നുമല്ല,
പെട്ടെന്ന് ഒരു വിചാരിക്കുക നമ്മൾ പുറത്ത് വരുന്ന ആൾക്കാരാകുമ്പം ഒരുപാട് ഫണ്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ, അങ്ങനെ ചെയ്യാൻ പലപ്പോഴും ഒരു വിചാരിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒറ്റയ്ക്കുള്ളൊരു പരിപാടിയാണ്, ഇവിടുത്തെ ആൾക്കാരെ കൂട്ടി ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരൊക്കെ നിങ്ങളത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ ഉണ്ടാക്കിയ സമയം കൊണ്ട് ഞങ്ങളുടെ കമ്പനി വന്നു, അതിമനോഹരമായിട്ടുള്ള ഇപ്പുറത്തും അതിൻ്റെ ഇപ്പുറത്ത് വേറൊന്നും കൂടെ വന്നു. അപ്പോൾ ഞങ്ങൾ ഈ 1.5 വർഷം എടുത്ത സാധനം 1-2 മാസം കൊണ്ട് അവർ തീർത്തു. അപ്പം നമ്മളെടുത്തൊരു സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ 1.5 വർഷത്തെ ഇതാണ്. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം സ്ലോലി നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു പൈസ, ഒരു ബാഗ് സിമെൻറ്റ് വാങ്ങി, അല്ലെങ്കിൽ ചിലപ്പോൾ മണൽ കൊണ്ടുവരാൻ വേണ്ടി മണൽ അവർ തന്നെ കോരും പുഴയുന്നു. ഞങ്ങൾ അവരോട് പറയും മാക്സിമം മാൻ പവർ യൂസ് ചെയ്യുക, നമുക്ക് പറ്റാത്ത കാര്യം മാത്രം നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുക. പെയിൻ്റ് അടിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടും കൂടെ പെയിൻ്റ് അടിക്കാൻ അവർക്ക് അറിയില്ല. കാരണം പ്ലാസ്റ്ററിങ് വില്ലേജുകൾ ഇല്ലാത്തതുകൊണ്ട് തേക്കാനുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് തേപ്പിച്ചു. അതുപോലെ തന്നെ പെയിൻ്റ് അടിക്കാൻ നേരത്ത് ഞങ്ങൾ ചോദിച്ചപ്പോൾ പുറത്തുള്ള സിറ്റിയിലുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ വലിയ എമൗണ്ടൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരു റോളറൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അടിച്ചു തുടങ്ങി. കൂടെ മജാവോ എന്നൊരു പയ്യനുണ്ട് നമ്മുടെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന്, അവനിത് കണ്ടുപഠിച്ചു, അവനും പെയിൻറ് ചെയ്യാൻ ക്യാപ്പബിലിറ്റി. അങ്ങനെ ഈ സമരത്തിൽ തോളോട് തോൾ ചേരാന്ന് കല്യാണത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാനിങ്ങനെ ഇതിലേക്ക് വരുന്ന ഒരു പ്രതീക്ഷയില്ലാത്ത, അങ്ങനെ ഒരു ഇതും ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് പോവാ, നമ്മള് ഹസ്ബൻഡിന്റെ കൂടെ നിക്കുക എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ പോയതാ. പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ല. രാത്രി പറഞ്ഞോ ഇതൊന്നും നമുക്ക് പറ്റിയ പരിപാടിയല്ല കേട്ടോ? അങ്ങനെ പറഞ്ഞില്ല. ഇല്ല എന്താ പറയാത്തെ? അങ്ങനെ എനിക്ക് തോന്നിയില്ല. എനിക്കിങ്ങനെ ഒപ്പം ചേരണം അങ്ങനെ നമുക്കും കൂടെ കൂടണം എന്നുള്ള ഒരു ആഗ്രഹം പിന്നെ വന്ന്. കാരണം മനുഷ്യർ അത്രയും നിഷ്കളങ്കരാണ്. ഇപ്പം നമ്മൾ ആര് വന്നാലും അവരുടെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില ആളുകളെ സംബന്ധിച്ചോളം അവരുടെ അടുത്തേക്ക് നിൽക്കാനൊരു മടിയുണ്ടാവും, അല്ലെ അവരങ്ങനെ ചിലപ്പോൾ ചില ആൾക്കാർ മാറ്റി നിർത്തും. ഇവരിങ്ങനത്തെ ആൾക്കാരാണ്, ആഫ്രിക്കൻസ് ആണ്, അല്ല അവർ വൃത്തി ഉണ്ടാവില്ല, ഡ്രസ്സ് പഴയതായിരിക്കും, കീറിയതായിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. ഞാനെപ്പോഴും ചിന്തിക്കുക, നമ്മളും പണ്ട് ഇങ്ങനെ ആയിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പൊട്ടിയ ചെരുപ്പ്, അതിൽ മറ്റേ സ്റ്റാപ്പർ അടിച്ചോ അല്ലെങ്കിൽ വള്ളി കെട്ടി വെച്ച് ഒക്കെ നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൈഫ് പെട്ടെന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരെ ചേർത്ത് പിടിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. പലപ്പോഴും എല്ലാവരും സുമീനോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ അവരുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുക? ഒരു വിമർശനം പോലെ പറഞ്ഞിട്ടുണ്ട് സുമീനോട്. ഞങ്ങളിങ്ങനെ ആ വോയിസ് ഒക്കെ കേൾക്കുന്ന സമയത്ത്. പക്ഷേ പലപ്പോഴും നമ്മുടെ നാട്ടില് ഇവിടെയുള്ള വീടുകളെക്കാട്ടും വൃത്തി അവിടെ ഉണ്ട്. അവരുടെ വീടിന്റെ ചുറ്റുപാടാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും എല്ലാം മണ്ണാണ്, പക്ഷെ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളാണ്. ഞാനത് പല കമന്റ്സിലും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അവിടുത്തെ അത്ര വൃത്തി ചില വീടുകളിൽ ഇവിടെ ഉണ്ടാവില്ല. നമ്മൾ ഭയങ്കര ടൈലൊക്കെ ഇട്ട് അടിപൊളി വീടായിരിക്കും, പക്ഷെ കിച്ചണിൽ ചെല്ലുമ്പോഴോ അല്ലെ എവിടെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ പോലും നമുക്ക് അത്ര വൃത്തി ഉണ്ടാവില്ല. പക്ഷെ അവരെന്ന് പറഞ്ഞാൽ അവരുടെ മണ്ണായിരിക്കും, പക്ഷെ നല്ല തൂത്ത് വൃത്തിയാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ വളരെ ഞാൻ പണ്ട് പാത്രം കണ്ടിട്ടുണ്ട്. പാത്രത്തില് കൈ കൊണ്ട് മണ്ണ് തൊട്ടിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് നന്നായിട്ട് കഴുകുക, അപ്പൊ നന്നായിട്ട് വെളുത്ത് വരുന്നത്. ഞാൻ അവിടെ ചെന്നിട്ടാണ് അതൊക്കെ കണ്ടത്. നമ്മള് സോപ്പും ഒക്കെ വെച്ചാണല്ലോ പാത്രം കഴുകുക. അതിനൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അവിടെ ചെയ്യുന്നത്. ഈ കുട്ടികളുമായിട്ടുള്ള സുമിയുടെ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. വീഡിയോ കാണുന്നവർക്കും ആ ഒരു സ്നേഹം കിട്ടുന്നുണ്ട്. അവരുമായിട്ട് അപ്പൊ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജിന്റെ പ്രോബ്ലംസ് ഒന്നും ഇല്ല, സ്നേഹം മതിയല്ലേ? അവർക്ക് അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്, പക്ഷേ ഗ്രാമർ വൈസിലൊന്നല്ല. നമ്മളിപ്പോൾ ടേക്ക് എന്ന് പറയും, ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അപ്പോൾ അവർക്ക് മനസ്സിലാവും അത് എടുക്കാനുള്ളതാണെന്ന്. അങ്ങനെ കുഞ്ഞു വേർഡ്സിലാണ് കുട്ടികളോടൊക്കെ നമ്മൾ സംസാരിക്കുക. പിന്നെ ഞാൻ ഇടയ്ക്ക് മലയാളത്തിലൊക്കെ പറയും, എടാ അങ്ങോട്ട് വായിരിക്ക് നിൽക്കുന്നൊക്കെ ഞാൻ പറയാറുണ്ട്. കുറച്ച് കമ്പനി ആയി പോയി അവരോട് അങ്ങനെ. അപ്പൊ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഇപ്പൊ ഉണ്ടല്ലേ ഒരുപാട് പേര്? കുറേ പേരുണ്ട്. ആദ്യം എനിക്ക് ചെന്നപ്പോ എല്ലാവരും അങ്ങനെ ഈ ആളാണ്, അത് വലിയ ആൾക്കാരെ കാണുമ്പോൾ, കുട്ടികളല്ല വലിയ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫേസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതിന്. പിന്നെ ഇപ്പൊ എല്ലാവരും എല്ലാം ഡിഫറെന്റ് ആണ്. എല്ലാം നമ്മുടെ ഇവിടെ ഐഡന്റിഫൈ ചെയ്യണ പോലെ തന്നെ എല്ലാം ഡിഫറെന്റ്, ഓരോരുത്തരും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ ആദ്യം വിചാരിക്കും ആഫ്രിക്കൻസ് എല്ലാവരും ഒരേ ഫേസ് കട്ടാ കുട്ടികളെ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ നമ്മൾ അവരോട് അടുത്തൊക്കെ നിൽക്കുന്ന സമയത്ത് മനസ്സിലാവും അവരെല്ലാവരും വ്യത്യസ്തമാണ്, അവരെ ഫേസിൽ വ്യത്യാസമുണ്ട്. ഭയങ്കര ക്യൂട്ടാണ് പിള്ളേരെല്ലാവരും. വേറെ ആരും ഇങ്ങനെ അവരുടെ കൂടെ ചെന്ന് ഇരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ പോയിരിക്കുകയോ ഒന്നും ചെയ്യാത്ത, അവർക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങൾ ആദ്യം ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് അത്ഭുതമോ അതിശയോ അങ്ങനെയൊക്കെയാ. എന്നെ ഇങ്ങനെ വന്ന് തൊട്ട് നോക്കും, മുടി പിടിച്ചു നോക്കും. അവർക്ക് കുറച്ച് മുടിയല്ലേ ഉള്ളു, അപ്പൊ ഇതിങ്ങനെ വലിച്ചു നോക്കും ഒറിജിനൽ ആണോന്ന് അറിയാൻ വേണ്ടിട്ട്. അവർക്ക് വെപ്പ് മുടിയാ, പെണ്ണുങ്ങളെല്ലാരും ഇതിങ്ങനെ ഫിക്സ് ചെയ്യാൻ മുടി. അപ്പൊ ഇത് സുമീന്റെ അങ്ങനെ ഇങ്ങനെ വെറുതെ കിടക്കുകയാണുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഫിക്സ് ചെയ്തു എന്നൊക്കെ അറിയാൻ വേണ്ടി വന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ഒറിജിനലാണെന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വാസമില്ല, അങ്ങനെ ഒറിജിനൽ മുടി പെണ്ണുങ്ങൾക്ക് ഉണ്ടെന്നുള്ള അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പിന്നെയും നോക്കും, ഇത് എവിടെയോ നമ്മൾ ഒട്ടിച്ച് വെച്ചേക്കാണ്, ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, ഇത് എവിടെ വാങ്ങാൻ കിട്ടും, അങ്ങനെയൊക്കെ ചോദിക്കും ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ പറയില്ല, ഞങ്ങളുടെ ഹെയർ ഇങ്ങനെ തന്നെയാണ്,
അത് അവർക്കൊരു അത്ഭുതമാണ് നമ്മുടെ. പിന്നെ ഞങ്ങൾ കാണിച്ചു കൊടുത്തു നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഹെയർ ഒക്കെ ഇങ്ങനെയാന്ന് പറഞ്ഞ് ഫോണിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് എല്ലാവരും കാണിക്കുകയൊക്കെ ചെയ്തു. അവർക്ക് അറിയില്ല പുറമെ ഇങ്ങനെ ഒരു ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളതാന്ന് കുറേ ഉള്ളിലേക്കുള്ള അവരുടെ ഗ്രാമത്തിലാക്കി. സിറ്റിയിലൊന്നും അവർ പോയിട്ടില്ല. ഇല്ലല്ല, അത്രയും ഒരു ട്രാവൽ ചെയ്ത് പോകണമെങ്കിലും കുറേ എമൗണ്ട് വേണമല്ലോ. അതൊന്നും അവർ ചിലപ്പോൾ ഒരു മാസം പണിയെടുത്താൽ പോലും കിട്ടില്ല അവർക്ക്. അവിടെ ട്രാവൽ എക്സ്പെൻസ് കൂടുതലാണ്. അതായത് ലോക്കൽ ട്രാവൽ ആണെങ്കിലും നല്ല എക്സ്പെൻസ് ആണ്. ഇപ്പോഴും കാളവണ്ടിയും സൈക്കിൾ ടാക്സിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ. സൈക്കിളിൽ ടാക്സി ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ.